നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസേഴ്സ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ. CA റിലേറ്റഡ് വീഡിയോ ഇനിയും ഇടുവോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ അടുത്ത സ്റ്റഡി വ്ലോഗ്സ് ചെയ്യൂ. വാട്ട്സ് യുവർ ഏജ് നൗ? CA ഇന്ററിന് പഠിക്കാൻ ഗ്രൂപ്പ് 1 ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആരൊക്കെയാണ്? ഓവറോൾ എത്ര മാർക്ക് വേണം ഗ്രൂപ്പ് 1 പാസ്സാവാൻ? അടുത്തൊരാൾ ചോദിച്ചേക്കുന്നത് എത്ര പൈസ ചെലവായി? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിഷയം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ CAയുടെ ഇന്ററിന്റെ റിസൾട്ട് റിയാക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് റെസ്പോൺസ് കിട്ടി. റെസ്പോൺസ് ഞാൻ പറയുമ്പോഴത്തേക്കും വ്യൂസ് മാത്രമല്ല, ഒരുപാട് പേര് അവരുടെ CA റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ കമൻസും കിട്ടി, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടി ആ ഒരു വീഡിയോയിൽ നിന്ന്. അത് മാത്രമല്ല, ഇപ്പം നമ്മളിതാ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ്. Meanwhile, ഈ ഒരു വീഡിയോ ഇട്ട് ആ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം കേട്ടോ, ആ വീഡിയോ കഴിഞ്ഞ് നമ്മൾ ഒരു വീഡിയോ ഇട്ടായിരുന്നു, പക്ഷെ അതും കുറച്ച് CA റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണ്ടന്റ് ഇട്ടപ്പോഴാണ് എനിക്ക് ഇത്രയും കൂടുതൽ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഇപ്പോൾ എല്ലാവർക്കും കമൻറ്റ് ചെയ്ത എല്ലാവർക്കും, ഡൗട്ട് വെച്ച എല്ലാവർക്കും, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ്. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അന്നിട്ടിരുന്ന CA ഇന്ററിൻ്റെ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റ്സ് ചോദിച്ചിരുന്നു, ഒരുപാട് പേര് കുറേ ഡൗട്ട്സ് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ റിപ്ലൈസ് ഞാൻ അതിൻ്റെ താഴെ തന്നെ കൊടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ മിക്കതിൻ്റെ റിപ്ലൈസും നമുക്കിപ്പം ഒരു സെൻറ്റൻസിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വേർഡിലോ പറയാൻ പറ്റുന്ന റിപ്ലൈസ് അല്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എന്നപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം, ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു ഡിസ്കഷൻ പോലത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസേഴ്സ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി CA കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത കോഴ്സിനെ കുറിച്ചോ അങ്ങനെ എന്തിനെങ്കിലും കുറിച്ച് അറിയാനായിട്ട് താല്പര്യമുണ്ട്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാത്ത കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ്സ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനും റിപ്ലൈ ഉടനെ തരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അതിനൊരു വീഡിയോ ആയിട്ട് ഞാൻ വേറെ ചെയ്യാം, ഒരു Q&A സെഷൻ പോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം കമൻറ്റ് സെക്ഷനിൽ. ഞാൻ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ചെയ്യും ഗൈസ്. പിന്നെ പ്ലസ് CAREP എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ചോദിച്ചായിരുന്നു. അത് എനിക്ക് ഇൻസ്റ്റയിൽ കുറേ പേര് പേഴ്സണലി മെസ്സേജ് അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്തിട്ടുണ്ട്. സോ CAREPനെ കുറിച്ച് വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട് ഗൈസ്. ഞാൻ അവിടെ ഒരു ഫെലിസിറ്റേഷൻ ഫംഗ്ഷന് വേണ്ടി പോയായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് നിങ്ങളോട് പറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ ആ വീഡിയോയെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാത്തിനും ആൻസർ തരാൻ പോവുകയാണ്. സോ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ അല്ല, ഒരാൾ ഇട്ടുന്ന കമൻറ്റ് ആയിരുന്നു. അതായത് ഐ എം എ CMA ഇന്റർ സ്റ്റുഡൻറ്റ് അപ്പിയറിംഗ് ഫസ്റ്റ് ഗ്രൂപ്പ് ഫോർ ജൂൺ. എൻ്റെ 12th സ്കോർ ഈസ് സ്റ്റിൽ ഹോണ്ടിങ് ലൈക്ക് എ ഗോസ്റ്റ്. അതായത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 12th മാർക്ക് കുറവായിരുന്നു, അല്ലെങ്കിൽ 12th സ്കോർ ഭയങ്കര ഒരു ലോ സ്കോർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് CMA ഇന്ററിൻ്റെ ഇതിന് അപ്പിയർ ചെയ്യുന്നതിന് ഒരു പേടിയുണ്ടെന്ന് മനസ്സിലായോ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് ഞാൻ പറയാം. അതായത് +2ൻ്റെ മാർക്ക്, ആ 12th മാർക്ക് എന്ന് പറയുന്നത് CA അല്ലെങ്കിൽ CMA ഇതേപോലുള്ള കോഴ്സുകളിൽ ഒരു വിഷയമേ അല്ല. എന്ന് വെച്ചാൽ നമുക്കിപ്പം ആ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു ഇത്ര ശതമാനം പാസ് പെർസെൻറ്റേജ് വേണമെന്നല്ലാതെ 12th മാർക്ക് കുറവായിരുന്നത് കൊണ്ട് CMAയുടെ അല്ലെങ്കിൽ CAയുടെ എക്സാംസിനൊന്നും അഫക്റ്റ് ചെയ്യത്തതേ ഇല്ല. എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് 12th 2nd റാങ്ക് ആയിരുന്നു സ്കൂളിൽ. പക്ഷെ ഞാനിപ്പം ഇത്രയും അറ്റംപ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ട്. അതുപോലെ തന്നെ 12th ഒരുപാട് മാർക്ക് കുറവായിരുന്നവർക്ക് ഈ CAക്കൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി പോയവരെ എനിക്ക് പേഴ്സണലി അറിയാം. സോ അപ്പോൾ അതുകൊണ്ട് 12th വരെ നിങ്ങൾ എങ്ങനെ പഠിക്കും എന്നുള്ളതും മാർക്ക് കിട്ടുന്നുള്ളതിലും ഒന്നും ഒരു കാര്യമില്ല. ഇപ്പം CA CMAയിലോട്ട് വരുമ്പോഴത്തേക്കും അപ്പം നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നോ ഇല്ലയോ എന്നുള്ളതിനാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മാർക്ക് അല്ലെങ്കിൽ അത് ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല, അത് മാറ്ററേ അല്ല. ഓക്കെ, നിങ്ങൾ ഇനി പഠിക്കുന്നതിലാണ് കാര്യം. സോ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞേക്കാം മനസ്സിൽ നിന്ന്. ഓക്കെ, അതൊന്നും ഒരു വിഷയമേ അല്ല. ഒരുപാട് പേര് കൺഗ്രാറ്റ്സ് അയച്ചിട്ടുണ്ട്, അവിടെ എല്ലാവർക്കും താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ. പിന്നെ ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഇത് ആക്ച്വലി CA ബേസ് ഉള്ളതല്ല, പഠിക്കുന്നത് ബേസ് ഉള്ളതാണ്. നിങ്ങൾക്ക് CAക്കാർക്കും ഇത് യൂസ്ഫുൾ ആവും കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതായത് ഈ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് 23 പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരി 23 ഇയേഴ്സ് ആയി,
PSC എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഓൾമോസ്റ്റ് 2 years ആയി. ഒന്നും അങ്ങോട്ട് റെഡി ആവുന്നില്ല. അതായത് ഈ പുള്ളിക്കാരൻ കുറച്ച് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ അതായത് കുറച്ച് ലോങ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ അസുഖങ്ങളൊക്കെ വരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം പഠിക്കും, പിന്നെ അസുഖങ്ങളാണ്, 2-3 ദിവസം റെസ്റ്റാണ്. കൺസിസ്റ്റൻസി കിട്ടുന്നില്ല, അതാണ് മെയിൻ പോയിന്റ്. പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം എങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല എന്നാണ് ഒരു കമൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ അതിനെനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, ഒരു പ്ലാനർ ഉണ്ടാക്കുക. ഇപ്പോൾ നമുക്ക് ഒരുപാട് പ്ലാനർ ആപ്സ് ഒക്കെ അവൈലബിൾ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ പ്ലാനർ പോലെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ അതും വേണം. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു ബുക്ക് എടുക്കുക, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയിടുക എല്ലാ ദിവസവും രാവിലെ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീക്ക്ലി പ്ലാനർ പോലെ ഒരു വീക്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിടുക. അപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ നമുക്ക് അതുപോലെ ചെയ്യാനായിട്ടൊരു എന്താ പറയണ്ടേ, ആ പ്ലാനർ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഒരു തോന്നൽ വരും. പക്ഷെ അവിടെ വേറൊരു പോയിന്റ് ഉണ്ട്. ഈ പ്ലാനർ 100% നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഇൻ കേസ് പറ്റില്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡെസ്പായി പോകും. ഇതിൻ്റെ ഒരു 70% അല്ലെങ്കിൽ 80% കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചിരുന്നാൽ അങ്ങനെയാണ് നിങ്ങൾക്ക് അത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ പേര് ഒരു വിഷമം വരാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരു കാര്യം ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ടയേർഡ് ആവുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയണ്ടേ, ഒരു എനർജി കിട്ടാത്തതിൻ്റെ ഒക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം നമ്മൾ ആ പഠിത്തം എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ എന്താ പറയുക, അങ്ങനെ ഇരിക്കാൻ പറ്റുന്നവരുണ്ട് കേട്ടോ. മീൻസ് ഫുൾ 24 hours, അങ്ങനെ 24 hours അല്ല, എന്താണെങ്കിലും കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുക മാത്രം ചെയ്യാൻ പറ്റുന്നവരുണ്ട്. പക്ഷെ ഞാനൊന്നും ആ കാറ്റഗറി പെട്ട ആളല്ല. എനിക്കതൊന്നും പറ്റത്തില്ല. എനിക്കതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഒരു സംഭവം നമ്മളൊരു ലെഷർ ടൈം ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ചെയ്താൽ മാത്രമേ പിന്നെ പഠിക്കാൻ നേരത്തെ നമുക്കൊരു എന്താ റിഫ്രഷിങ് ഫീൽ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ലെഷർ ആക്ടിവിറ്റീസും കൂടെ ഇടയ്ക്ക് ചെയ്യുക, എന്നിട്ട് വീണ്ടും പഠിക്കാൻ വരിക. അത് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുത്തിട്ട് പിന്നെയും പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടി റിഫ്രഷിംഗ് ആയിട്ടൊരു ഫീൽ നമുക്ക് കിട്ടും. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കൂടുതലും ഈ ഇങ്ങനെയുള്ള PSC ആണെങ്കിലും CA ആണെങ്കിലും CMA ആണെങ്കിലും ഇതൊക്കെ നമ്മളിൽ ചിലപ്പോൾ കോച്ചിങ്ങിന് പോകും. ഓൺലൈൻ ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുന്ന പണിയല്ലേ. വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നവർക്കാണ് കൂടുതൽ ഈ അസുഖങ്ങൾ വരാൻ സാധ്യത. കാരണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നില്ല, വെയിലടിക്കുന്നില്ല, ഈ വൈറ്റമിൻ D കുറേ അങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ ഈവനിങ് വാക്കിനൊക്കെ പോവുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, പുറത്തൊക്കെ ഇറങ്ങുക. ഇനി സിവിയർ ആയിട്ട്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞുള്ളത്. സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ അങ്ങനെ വല്ല ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഞാൻ ഈ പുള്ളിക്കാരനാണ് അത് പറഞ്ഞത്. ബാക്കി എല്ലാവർക്കും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്ത് പഠിക്കുക. ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ ഒരിക്കലും ഫുള്ളായിട്ട് ഇത്ര സമയം ഇരുന്ന് അങ്ങനെ പഠിച്ചിട്ടേ ഇല്ല. ഇതുവരെ ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ പഠിച്ചിട്ടേ ഇല്ല. ഇത്രയും അറ്റംപ്റ്റ് കിട്ടാതായിരുന്നിട്ട് പോലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ, അതായത് എനിക്കറിയാം, എൻ്റെ ബോഡിക്ക് പറ്റുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ലെഷർ ടൈം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു എൻഗേജിങ് അല്ലെങ്കിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് മടുത്തു പോകും. അതെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ബോഡിയെയും എൻ്റെ മൈൻഡിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഇന്ന് വരെ പഠിച്ചിട്ടുള്ളൂ. സോ നിങ്ങളും അങ്ങനെ ചെയ്യാവുള്ളൂ. നിങ്ങളെ തന്നെ ഫോഴ്സ് ചെയ്യരുത്. പഠിക്കണം, ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യരുത്. പഠിക്കാൻ പറ്റുന്നതോളം പഠിക്കുക. അത് കഴിയുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുത്തിട്ട് പിന്നെയും പഠിക്കുക. പഠിക്കുന്ന സമയത്ത് ഫുൾ ഫോക്കസ് അതിലായിരിക്കണം. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ബ്രേക്കിലായിരിക്കണം ഫോക്കസ്. അല്ലാതെ ഇനി പഠിക്കാനുണ്ടല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. മെൻ്റലി നമ്മൾ പ്രഷർ കൊടുക്കാനേ പാടില്ല. സോ അതാണ് എനിക്ക് അവിടെ പറയാനുള്ള പോയിന്റ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. CA റിലേറ്റഡ് വീഡിയോ ഇനിയും ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. CA റിലേറ്റഡ് വീഡിയോ ഇനി ഇടും. കാരണം അത് ഇട്ടപ്പോഴാണ് എനിക്ക് കുറേ വ്യൂസ് കിട്ടിയത്. പക്ഷേ എൻ്റെ ചാനൽ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ ചാനലല്ല. ഞാൻ അല്ലാതെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ചാനലാണ്. പക്ഷേ ഇങ്ങനെ ഡിമാൻഡ് വരുമല്ലോ. അതായത് ഈ പറഞ്ഞ് ഇന്ന വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യും. പക്ഷേ CAയുടെ വീഡിയോസ് മാത്രം ആയിരിക്കത്തില്ല എൻ്റെ ചാനലിൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള എൻക്വയറീസ് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യും കേട്ടോ. കഴിഞ്ഞ് അടുത്ത സ്റ്റഡി വ്ളോഗ്സ് ചെയ്യും. സ്റ്റഡി വ്ളോഗിൻ്റെ കാര്യം ഞാൻ ചെയ്യും, സ്റ്റഡി വ്ളോഗ് ചെയ്യും. പക്ഷേ ഞാനിപ്പം പഠിക്കുന്നില്ല, പഠിച്ചാലേ ചെയ്യാൻ പറ്റില്ല സ്റ്റഡി വ്ളോഗ്. പഠിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ CAയുടെ ഈ സെക്കൻഡ് ഗ്രൂപ്പ് ഞാനിപ്പോൾ ഇതിൻ്റെ മെയ് അറ്റംപ്റ്റിൽ എഴുതുന്നില്ല. ഞാൻ സെപ്റ്റംബർ അറ്റംപ്റ്റിൽ എഴുതുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് ഇതുവരെ പഠിച്ചിട്ടേ ഇല്ല. പണ്ടെങ്ങാണ്ട് പഠിച്ച എനിക്കത് ഓർമ്മയില്ല. അപ്പം അങ്ങനെ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് എഴുതാനുള്ള സമയമില്ല ഈ മെയ്ക്കുള്ളിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതിയിട്ടും കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ സെപ്റ്റംബർ അറ്റംപ്റ്റാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മെയ്യൊക്കെ ആകുമ്പോഴും മിക്കവാറും പഠിക്കാൻ തുടങ്ങത്തുള്ളൂ. അതിന് കാരണം എനിക്കിതിൻ്റെ ഇടയ്ക്ക് ഡിഗ്രിയുടെ എക്സാം വരുന്നുണ്ട്. ഞാൻ പ്രൈവറ്റായിട്ട് ഡിഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് ഇയറിൻ്റെ എക്സാം ഇത്തവണ വരുന്നുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ എന്തായാലും ക്ലാഷ് ആവും. അതുകൊണ്ടും കൂടാണ് ഞാൻ എക്സാം എഴുതാത്തതും. പിന്നെ പഠിക്കുന്നതും ചിലപ്പോൾ അത്ര ലേറ്റ് ആയിട്ടായിരിക്കും, എനിക്ക് അറിയത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റഡി വ്ളോഗ് ചെയ്യാനും അത്ര ലേറ്റ് ആകും. കാരണം സ്റ്റഡി വ്ളോഗ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്താൽ പോലല്ലോ, ശരിക്കും പഠിക്കണമല്ലോ, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന്.
അപ്പോൾ അതുകൊണ്ട് ഞാനതിങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി വ്ളോഗ് മതി എന്നുണ്ടെങ്കിൽ ഞാൻ ഡിഗ്രിയുടെ എക്സാമിന് പഠിക്കുമ്പോൾ അത് കാണിച്ചു തരാം. അതുപോലൊക്കെ തന്നെയാണ്, അതുപോലെ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാണെങ്കിലും ഞാനൊരു റിലേറ്റ് ചെയ്ത് വേണമെങ്കിൽ കാണിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ ആ CAയുടേത് ഞാൻ പഠിക്കാനിരിക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരാൾ പറഞ്ഞു കാണും, ഹായ് ഡിയർ, എനിക്ക് ആഫ്റ്റർ +2 CA എടുക്കണം എന്നുണ്ട്. ബട്ട് കുറച്ച് യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ CA ഫ്യൂച്ചറിൽ AA എടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയിരിക്കുവാണ്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അതായത് CA ഫ്യൂച്ചറിൽ AA എടുക്കും എന്നൊരു സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ബാക്കിയുള്ള ഫീൽഡ്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, ബാക്കിയുള്ള എല്ലാ മേഖലയും കമ്പയർ ചെയ്യുമ്പോൾ AA എടുക്കാനായിട്ട് ചാൻസ് കുറവുള്ളൊരു സംഭവമാണ് CA. എന്താണെങ്കിലും ലാസ്റ്റ് സൈൻ ചെയ്യുന്നത് AAക്ക് പറ്റത്തില്ലല്ലോ. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെ സൈൻ ചെയ്യണം, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ സൈനിങ് പവറിന് എന്തായാലും ഭയങ്കര റെപ്യൂട്ടേഷൻ, ഒരു വാല്യൂ ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊരിക്കലും AAക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ ഈ ഇടയ്ക്ക് വരുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അതിൻ്റെ ഈ പ്രോസസ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഓഡിറ്റിങ്, അതും എനിക്ക് തോന്നുന്നു ഓഡിറ്റിങ് കുറേ എത്തിക്കൽ കണ്ടക്റ്റ് ഒക്കെ വേണ്ട സംഭവം. അപ്പോൾ അതൊക്കെ ഒരു ഹ്യൂമനെ കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് AA റീപ്ലേസ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അല്ലാതെ ഈ ബ്ലോക്ക് ചെയിൻ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ ഈ AIക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ അല്ലാതെ ഒരു ഫൈനൽ ഔട്ട്പുട്ടിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനൊരു CA തന്നെ വേണം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് CA ഒരു AI റീപ്ലേസ് ചെയ്യാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പോൾ CA അല്ലാതെ വേറൊരു ഫീൽഡ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ AI മിക്കവാറും അതൊക്കെ റീപ്ലേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹായ് ചേച്ചി, ഐ എം എ CA ഫൗണ്ടേഷൻ സ്റ്റുഡൻറ്റ്, May 2025 അറ്റംപ്റ്റ്. ക്യാൻ യു ഷെയർ സ്റ്റഡി ടിപ്സ് ആൻഡ് ടൈം ടേബിൾ? ഓക്കെ, അതായത് സ്റ്റഡി ടിപ്സും ടൈം ടേബിളും ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി എൻ്റെ കയ്യിൽ സ്റ്റഡി ടിപ്സും ടൈം ടേബിളും കുറച്ചുണ്ട്. അപ്പം ഞാനത് പ്രത്യേകം ഒരു വീഡിയോ ആയിട്ട് ചെയ്യണോ അതോ ഈ വീഡിയോയിൽ തന്നെ പറയണോ എന്നുള്ളതാണ് എനിക്കൊരു ഡൗട്ട്. കാരണം ഈ വീഡിയോ അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയി പോവും. നിങ്ങൾക്ക് ലെങ്തി ആയിട്ട് ഇരിക്കുന്നതിലും കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ മാറ്റി വെച്ചിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഞാനൊരു ബ്രീഫ് ചെയ്ത് പറയാം എങ്ങനെയാണ് സ്റ്റഡി ടിപ്സും ടൈം ടേബിളും ഞാൻ ഈ ഒരു CAക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ സയൻസ് സ്ട്രീം ആയിരുന്നോ അല്ലെങ്കിൽ BCom കഴിഞ്ഞ് വന്നതാണോ? അതായത് ഞാൻ BCom ചെയ്തിട്ടില്ല, അതായത് BCom ഡിഗ്രി എടുത്തിട്ടില്ല. ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് BCom ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഇപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം വരാനായിട്ട് പോകുന്നു. പിന്നെ സ്ട്രീം എന്ന് ചോദിച്ചിരിക്കുന്നത് +1 +2 ആണെന്നുണ്ടെങ്കിൽ ഞാൻ +1 +2 കൊമേഴ്സ് സ്ട്രീം തന്നെ ആയിരുന്നു. ഓക്കെ, ഒരാൾ ചോദിച്ചിരിക്കുന്നു, കാലിക്കറ്റ് IIM സ്റ്റഡീസിനെ കുറിച്ച് അറിയാമോ, എന്താണ് ഒപ്പീനിയൻ എന്ന്? എനിക്ക് അറിയത്തില്ല, എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കാണുന്ന ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു കുട്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യുക, താഴെ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വാട്ട്സ് യുവർ ഏജ് നൗ? എനിക്ക് 21 ഇയേഴ്സ് ആണ്, ജസ്റ്റ് 21. നവംബറിൽ 21 ആയതേ ഉള്ളൂ. ആസ് പെർ ന്യൂ സ്കീം CA ഇന്ററിൽ ഫസ്റ്റ് ഗ്രൂപ്പ് 3 സബ്ജക്ട്സ് അല്ലേ ഉള്ളത്? ഓവറോൾ എത്ര മാർക്ക് വേണം ഗ്രൂപ്പ് 1 പാസ്സാവാൻ? അപ്പോൾ 3 സബ്ജക്റ്റാണ് നമുക്കുള്ളത്. 3 സബ്ജക്റ്റ്, അതായത് ഒരു സബ്ജക്റ്റ് 100 മാർക്ക്. ഞാൻ അറിയാത്തവർക്ക് കൂടി വേണ്ടി പറഞ്ഞുതരാം. 3 സബ്ജക്റ്റിലുണ്ട്, 3 സബ്ജക്റ്റാണ് നമുക്കുള്ളത് ഫസ്റ്റ് ഗ്രൂപ്പിൽ. അപ്പോൾ അതിനകത്ത് ഒരു സബ്ജക്റ്റിന് 100 മാർക്കിലാണ് നമ്മുടെ എന്താ പറയണ്ടേ ഓവറോൾ വരുന്നത്. അപ്പോൾ അങ്ങനെ 3 സബ്ജക്റ്റ് ആകുമ്പോഴത്തേക്കും ടോട്ടൽ 300 അല്ലേ? അപ്പോൾ അതിൻ്റെ പകുതി വേണം പാസ്സാവാൻ, അതായത് 150 ആണ് അഗ്രിഗേറ്റ് വേണ്ടത് പാസ്സാവാനായിട്ട്. പക്ഷേ സെപ്പറേറ്റ് ഗ്രൂപ്പിന് 40 എങ്കിലും വേണം പാസ്സാവാൻ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ 3 സബ്ജക്റ്റിനും 40 ഉണ്ടെങ്കിൽ തന്നെ ടോട്ടൽ എടുക്കുമ്പോഴത്തേക്കും 120 വരത്തുള്ളൂ. അപ്പോൾ 120 പോരാ. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റിന് 40 ആണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അടുത്തതിന് 60 എങ്കിലും വാങ്ങണം. ഒരെണ്ണത്തിന് ഇപ്പോൾ 45 ആണെന്നുണ്ടെങ്കിൽ അടുത്തതിന് 55 ആയാലേ അഗ്രിഗേറ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 150 വരത്തുള്ളൂ. മനസ്സിലായി? അപ്പം നിങ്ങളിപ്പം ഈ CA ടഫാക്കുന്നതിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സബ്ജക്റ്റിനും നിങ്ങൾക്ക് 40 എബോവ് കിട്ടിയെന്ന് വിചാരിക്കുക. പക്ഷേ അഗ്രിഗേറ്റ് 150 ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ 3 സബ്ജക്റ്റും പിന്നെ എഴുതേണ്ടി വരും. അതാണ് CA ടഫാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഗ്രിഗേറ്റ് 150യേക്കാളും കൂടുതലുണ്ടെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഫെയിൽ ആയാൽ 40ൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഈ 3 സബ്ജക്റ്റും നിങ്ങൾ വീണ്ടും എഴുതേണ്ടി വരും. ഇൻ കേസ് ഏതെങ്കിലും ഒരെണ്ണത്തിന് ഇപ്പം നിങ്ങൾ ഫെയിലായിട്ടും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് 60ൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എക്സംഷൻ എന്ന് പറയും. ആ പേപ്പർ നമുക്ക് പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. ഒരു 3-4 എത്ര അറ്റംപ്റ്റ് വരെ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഈ പറഞ്ഞേക്കുന്ന ഇതിൻ്റെ ഒരു മാർക്കിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. CA ഫൗണ്ടേഷൻ സെക്കൻഡ് അറ്റംപ്റ്റ് സെൽഫായിട്ടാണോ പഠിച്ചത്? അല്ല, ഞാൻ CA ഫൗണ്ടേഷൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ട്രിപ്ലൈയുടെ ഒരു ഇതേപോലെ ഒരു അസ്ത്ര ബാച്ച് അല്ല, അന്ന് വേറെ എന്തോ ഒരു പേരായിരുന്നു. അങ്ങനെ നമുക്ക് ഈ ഷോർട്ട് ഈ ക്രാഷ് കോഴ്സ് കിട്ടുമല്ലോ, അപ്പോൾ അത് ഓൺലൈനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പർച്ചേസ് ചെയ്താണ് ഞാൻ പഠിച്ചത്. CA ഇന്ററിന് പഠിക്കാൻ ഗ്രൂപ്പ് 1 ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആരൊക്കെയാണ്?
പ്ലീസ് റിപ്ലൈ ഐ എം സോ കൺഫ്യൂസ്ഡ്. ജാനുവരി 2025 ഫൗണ്ടേഷൻ പാസ്സായ ആളാണ്. ഓക്കെ, സോ ഫൗണ്ടേഷൻ പാസ്സായതിന് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. പിന്നെ CA ഇന്റർ പഠിക്കാൻ ബെസ്റ്റ് ഫാക്കൽറ്റീസ്. എടാ, ഞാൻ ആകെപ്പാടെ ഈ പറഞ്ഞ ട്രിപ്പിളയുടെ കോച്ചിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഫാക്കൽറ്റീസിനെ അറിയത്തുള്ളൂ. അപ്പം ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ കുട്ടിക്ക് കാണാമല്ലോ ആരൊക്കെയാണ് ബെസ്റ്റ് ഫാക്കൽറ്റീസ്. എൻ്റെ ഒപ്പീനിയനിൽ ഞാൻ അവിടെ പഠിച്ചതുകൊണ്ടും പിന്നെ ഞാൻ CRF കോച്ചിങ് എടുത്തിട്ടില്ലായിരുന്നു. അവിടുത്തെ ഒരു സ്റ്റേയിൽ എക്സാം പ്രാക്ടീസും കൊണ്ടാണ് എനിക്ക് പാസ്സാവാൻ പറ്റിയത്. കോച്ചിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് അക്കൗണ്ട്സ് ആദർശ് സാറുണ്ട്, ആദർശ് ജോസഫ് എന്ന സാറുണ്ട്. സാറാണ് എനിക്ക് കൂടുതലും ഈ പറഞ്ഞിരിക്കുന്ന കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു തന്നതും സാറാണ് ഈ അഡ്വാൻസ് അക്കൗണ്ട്സ് എനിക്ക് അത്രത്തോളം ഈ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി തന്നതും. അപ്പം അഡ്വാൻസ് അക്കൗണ്ട്സ് ഞാൻ ആദർശ് സാറിന് തന്നെ പറയും. അതിനുശേഷം ലോ ധന്യ മാമിൻ്റെ ക്ലാസ് ആയിരുന്നു. ഞാൻ ധന്യ ആൻഡ് വർഗീസ്, ധന്യ മാമിൻ്റെ ക്ലാസ് ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. അത് മാമിൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പം ആ ബുക്ക് എനിക്ക് കാണാപ്പാടമാണ്, കാരണം കുറേ നാളായിട്ട് പഠിക്കുകയാണല്ലോ. അതുകൊണ്ട് ആ ബുക്ക് ഫുൾ എനിക്ക് ക്ലിയർ ആയിരുന്നു. പ്ലസ് ഞാൻ അതിൻ്റെ കൂടെ ഒരു PDF ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്നെയാണ്. ആ ഒരു PDFിനകത്ത് ഫുൾ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എന്താ, നമ്മൾ ഇത്രയും തുടക്കം തൊട്ട് ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് ലാസ്റ്റ് വരെയുള്ള എല്ലാത്തിൻ്റെയും ഈ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതേപോലെ MTP RTP ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു കമ്പയർ ആണ്. അതിൻ്റെ ആൻസറും ഉണ്ട്, ക്വസ്റ്റ്യൻസും ഉണ്ട്. സോ അപ്പോൾ അങ്ങനെ അത് ഒന്ന് റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. നമ്മൾ എങ്ങനെ പഠിക്കുന്നുള്ളത് മാത്രമല്ല, എക്സാമിന് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നുള്ളതാണ് കാര്യം. സോ അപ്പോൾ ആ ഒരു കമ്പയർ എൻ്റെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു കമ്പയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ വീഡിയോയുടെ താഴെ ഇൻസ്റ്റയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ആ PDF അയച്ചു തരാം കേട്ടോ. സ്റ്റഡി പ്ലാൻ ഷെയർ ചെയ്യുമോ? സ്റ്റഡി പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, CA ഫൗണ്ടേഷൻ എത്ര അറ്റംപ്റ്റ് എടുത്തു? 2 അറ്റംപ്റ്റാണ് എടുത്തത്. പിന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കുന്നത്? ഞാൻ പഠിക്കുന്നത് ഈ പറഞ്ഞ ട്രിപ്പിളയിലായിരുന്നു. അവിടുത്തെ കോച്ചിങ് ആണ് എടുത്തിട്ട് പഠിച്ചിരുന്നത്. പക്ഷേ CRFലാണ് ഇപ്പം ലേറ്റസ്റ്റ് പഠിച്ചിറങ്ങിയത്. അവിടുത്തെ എക്സാം പ്രാക്ടീസും കൂടെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പാസ്സാകാൻ പറ്റിയത്. ഓക്കെ, ഇത് എത്രാമത്തെ അറ്റംപ്റ്റാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇന്ററിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ 5th അറ്റംപ്റ്റ് ആണ് ഗൈസ്. 5th അറ്റംപ്റ്റ് മെയിനായിട്ട് 5 അറ്റംപ്റ്റ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 അറ്റംപ്റ്റ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരുന്നു സിലബസ് മാറ്റിയത്. അപ്പോൾ അഡ്വാൻസ് അക്കൗണ്ട്സിൽ കുറേ പോർഷൻസ് ഇതിലോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് എനിക്ക് അഡ്വാൻസ് അക്കൗണ്ട്സിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. സെക്കൻഡ് ഗ്രൂപ്പാണ് ഞാൻ അന്ന് പഠിച്ച സമയത്ത് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലായിരുന്നു. ഇത് ഇങ്ങനെ കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് പക്ഷേ ഇത് സിലബസ് മാറ്റിയ സമയത്താണെങ്കിൽ ഞാൻ അഹങ്കാരം കൊണ്ട് കോച്ചിങ്ങിനും പോയില്ല. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ അതുകൊണ്ട് ആ വട്ടം കിട്ടിയില്ല കോച്ചിങ്. അപ്പോൾ 3ാമത്തെ വട്ടമാണ് അത്. 4ാമത്തെ വട്ടമാണ് ഞാൻ കോച്ചിങ്ങിന് പോയി പഠിക്കുന്നത്. അപ്പോൾ ആ കോച്ചിങ്ങിന് പോയി പഠിച്ചപ്പോൾ അത് ഓക്കെ ആയി, കാരണം 3 സബ്ജക്റ്റിന് ഞാൻ പാസ്സായി. അഗ്രിഗേറ്റ് കിട്ടിയില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് അടുത്ത വട്ടം CRP പോയപ്പോൾ അവിടുത്തെ എക്സാം പ്രാക്ടീസ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ ഓക്കെ ആയി, കറക്റ്റായി, ഒരു കറക്റ്റ് ട്രാക്കി വന്നു. അങ്ങനെയാണ് ഞാൻ പാസ്സായത്. ഓക്കെ, ഇനി അടുത്തൊരാൾ ചോദിച്ചേക്കുന്നത് എത്ര പൈസ ചിലവായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ മൊത്തത്തിലാണോ ഇന്ററിനാണോ? മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ കുറേ കാൽക്കുലേറ്റ് ചെയ്യണം ഗൈസ്. കാരണം ഫൗണ്ടേഷൻ ഇതേപോലെ ഒരു 2 സ്ഥലത്ത് പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പം അത് തന്നെ ഒരു അറൗണ്ട് 2 കൂടെ കൂട്ടുമ്പോൾ ഒരു 50,000 സംതിങ് വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഇവിടെ പിന്നെ നമ്മുടെ ഇന്റർമീഡിയറ്റ് ഞാൻ ആദ്യം ട്രിപ്പിളായി പോയപ്പം അവിടെ 70,000 സംതിങ് ആയിരുന്നു അവിടുത്തെ ഒരു റേറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ വീണ്ടും ട്രിപ്പിളയുടെ അസ്ത്ര ബാച്ച്, ഈ സിലബസ് മാറ്റിയ സമയത്ത് അസ്ത്ര ബാച്ച് എടുത്തപ്പം അസ്ത്ര ബാച്ചിലും ഈ ഒരു കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ഒരു 15-17 ആ ഒരു റേഞ്ചിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഈ CRF പോയപ്പം CRFിൽ 50,000 സംതിങ് ആയിരുന്നു അവിടുത്തെ ഒരു റേറ്റ് എന്ന് പറയുന്നത്. സോ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഇതുവരെ ഒരു 2 ലക്ഷമെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും ഗൈസ്. ഇത്രയും ഞാൻ തന്നെ ഇപ്പോഴേ ചിന്തിച്ച് നോക്കുന്നത്. ശരിക്കും അത്രയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രൂപ്പ് 2 എപ്പോഴാണ് എഴുതുന്നതെന്ന് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് 2 ഞാൻ പറഞ്ഞ സെപ്റ്റംബറിലാണ് എഴുതുന്നത്, ഇപ്പോൾ എഴുതുന്നില്ല. പിന്നെ അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റഡി പ്ലാൻ ഇടാമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇടാം ഗൈസ്. ഇത് കഴിഞ്ഞ് വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഒന്ന് ബ്രീഫായിട്ട് പറയും ഗൈസ്. CA ഇന്റർമീഡിയറ്റ് കംപ്ലീറ്റ് ആയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാവാൻ ചേച്ചിയുടെ സ്ട്രാറ്റജി ഒക്കെ ഷെയർ ചെയ്യാമോ? ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. സ്ട്രാറ്റജി ഇത് തന്നെയാണ്. സ്ട്രാറ്റജി, സ്റ്റഡി പ്ലാൻ, ടൈം ടേബിൾ എല്ലാം ഏകദേശം ഒരേപോലെ ആണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും പറയാം, ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായോ? ഇല്ലില്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായില്ലടാ, ഞങ്ങൾക്ക് അത്രയ്ക്കുള്ള ഇതൊന്നുമില്ല. പിന്നെ ചേച്ചി പറ്റുകയാണെങ്കിൽ അക്കൗണ്ടൻസി കോസ്റ്റിംഗ് എങ്ങനെയാണ് പഠിക്കുന്നത്, അതിൻ്റെ രീതി എങ്ങനെയാണ്, ഒരു ടോപ്പിക്, അതിൻ്റെ ലോജിക്കൽ തിങ്കിങ് എങ്ങനെയാണെന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതായത് അക്കൗണ്ടൻസി കോസ്റ്റിംഗ് ഞാൻ ആദ്യം ഒരു 2 അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. പിന്നെ അതേപോലെ സിലബസ് മാറിയില്ലേ, അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിലോട്ട് ആയല്ലോ കോസ്റ്റിംഗ്. അപ്പോൾ കോസ്റ്റിങ്ങിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. അഡ്വാൻസ് അക്കൗണ്ട്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് അക്കൗണ്ട്സ് നമ്മൾ കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത്
ഒന്ന് ഓവർകം ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പം അഡ്വാൻസ് അക്കൗണ്ട്സ് നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ +1 +2 പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്കിൽ നിന്നല്ല വേറൊരു ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് വഴക്കുണ്ടാക്കാം, ചെന്ന് പറയാം ഇത് നമ്മുടെ സിലബസിൽ നിന്ന് വന്നതല്ല എന്ന് പറയാം. പക്ഷെ CA പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ എഴുതാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്ന് കാണാതെ പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമേ ഇല്ല. ആ ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെയാണ് കോൺസെപ്റ്റ് വരുന്നത് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ആ ഒരു എക്സാമ്പിളിൽ പോയി അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കോൺസെപ്റ്റ് ക്ലാരിറ്റി അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ലോജിക്കലി നമ്മൾ കാര്യം മനസ്സിലാക്കണം. അഡ്വാൻസ് അക്കൗണ്ട്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം അല്ലെങ്കിൽ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഈ 2 ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ വൈ, ഹൗ, അതായത് ഇത് എന്തിന് ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നു, എന്തുകൊണ്ട് ഇത് ഇങ്ങനെ വന്നു എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചോദിക്കാം. എപ്പോഴും ഈ അഡ്വാൻസ് അക്കൗണ്ടിങ്, കോസ്റ്റിംഗ് പോലുള്ള പ്രാക്ടിക്കൽ പേപ്പേഴ്സ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വേറൊരാൾ നിങ്ങളടുത്ത് വന്ന് എന്തെങ്കിലും ഈ ഒരു പ്രോബ്ലത്തിൽ ഒരു ഡൗട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ, ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ പാസ്സാവും. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം പഠിപ്പിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലോണം പഠിക്കുന്നത് പറയത്തില്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് വേറൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് അത്രത്തോളം ക്ലിയർ ആക്കി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നു നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കുക. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ CA പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കുക, ഈ സംഭവം എനിക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, അതിനുള്ള അറിവ് എനിക്കുണ്ടോ. അപ്പം അത് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉണ്ടാക്കിയെടുക്കണം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കിട്ടാത്തത്. അപ്പം അത് നിങ്ങൾ റെഡിയാക്കി എടുക്കുക. നിങ്ങൾ കുറച്ചുകൂടെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത് ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പം ഇത് എങ്ങനെ വന്നു, ഇതുപോലെ വേറൊരു കേസ് വന്നാൽ അപ്പം എങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്യുക. അപ്പം തിങ്ക് ചെയ്ത് മാത്രമേ അഡ്വാൻസ് അക്കൗണ്ട്സ് പഠിക്കാവുള്ളൂ. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ജേണൽ എൻട്രീസ്. അതായത് നിങ്ങൾക്കിപ്പം ഒരു ട്രാൻസാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രി, അത് എന്ത് ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ജേണൽ എൻട്രി കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അഡ്വാൻസ് അക്കൗണ്ട്സിൻ്റെ പകുതി പ്രശ്നങ്ങളും സോൾവ് ആയി. കാരണം ഇപ്പം ആ ഒരു എല്ലാ ബേസും ഇരിക്കുന്ന ജേണൽ എൻട്രിയിലാണ്. ജേണൽ എൻട്രിയിൽ ഒരു ബേസ് ഇല്ലെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് അക്കൗണ്ട്സിൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ജേണൽ എൻട്രീസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യും. അപ്പം ആ ജേണൽ എൻട്രീസ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം ഓക്കെ ആയിട്ട് വന്നോളും. അപ്പോൾ അത് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതാണ് ഒരു അഡ്വാൻസ് അക്കൗണ്ട്സിൻ്റെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയായിരുന്നു നമ്മുടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ എന്താ ടൈം ടേബിൾ അല്ലെങ്കിൽ സ്റ്റഡി ടിപ്സ് അപ്പം അങ്ങനെയൊക്കെ ചോദിച്ചില്ല, സ്ട്രാറ്റജി, അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ CRF പഠിക്കുന്ന സമയത്ത് എനിക്ക് 2 മാസമായിരുന്നു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ 2 മാസത്തിലെ ഫസ്റ്റ് മന്ത് കൊണ്ട് എനിക്ക് പഠിച്ചു തീർക്കണമായിരുന്നു. സെക്കൻഡ് മന്ത് ഫുള്ളി ഈ പറഞ്ഞ എക്സാം സീരീസ് ഒക്കെ ആയിരുന്നു. 3 എക്സാം സീരീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് പഠിച്ചു തീർക്കണമായിരുന്നു. സോ ഫസ്റ്റ് മന്ത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞ 3 സബ്ജക്റ്റിൻ്റെയും കോൺസെപ്റ്റ്സ് എല്ലാം പഠിച്ചു തീർത്തു. എന്നിട്ട് പ്ലസ് അതിൻ്റെ ഇല്ലസ്ട്രേഷൻസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ടല്ലോ എല്ലാ സബ്ജക്റ്റിലും, അപ്പം അതും തീർത്തു വെച്ചു. അത്ര തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയും തീർത്തു വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് എക്സാം സീരീസ് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പം ആ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഓൾറെഡി നമ്മൾ പഠിച്ച സംഭവങ്ങളുണ്ടല്ലോ അത് പ്ലസ് MTP RTP അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റിവൈസ് ചെയ്തു. ലാസ്റ്റ് റിവിഷനിൽ ഇതൊന്ന് ടോട്ടൽ ഒന്ന് ഓടിച്ചിട്ട് റിവൈസ് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇല്ലസ്ട്രേഷൻസ് ആണെങ്കിലും പ്രാക്ടിക്കൽ ക്വസ്റ്റൻസ് ആണെങ്കിലും MTP RTP ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പം ഒരേപോലത്തെ ക്വസ്റ്റൻസ് കാണും. അത് അത് സ്കിപ്പ് ചെയ്യാന്നല്ല, അത് നമുക്ക് മനസ്സിലാവും, നമ്മളൊന്ന് ഓടിച്ചിട്ട് നോക്കിയാൽ മാത്രം മതി. പക്ഷേ ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് വരുമ്പോഴത്തേക്ക് അത് മാർക്ക് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് എക്സാമിൻ്റെ തൊട്ട് മുമ്പത്തെ സമയത്തൊക്കെ നമുക്ക് ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് മാത്രം നോക്കിയാൽ മതി, ഫുള്ള് കിടന്ന് നോക്കണ്ട. അപ്പം ഞാൻ അത് മാത്രം ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റൻസ് എല്ലാം നമ്മൾ ചെയ്ത് തന്നെ നോക്കുക. അതായത് മൊത്തം ചെയ്തു നോക്കാനല്ല, ഈ പറഞ്ഞ എക്സാമിന് നമ്മൾ എങ്ങനെ പ്രസന്റ് എന്നുള്ളതാണുള്ള കാര്യം. മൊത്തം പഠിച്ചെന്നുള്ളൊരു കാര്യമില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ എക്സാമിന് നമ്മൾ ആ 3 മണിക്കൂറിൽ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ അത് പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പീഡ് വേണം. സ്പീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എഴുതാൻ പഠിക്കണം. ഇപ്പം തന്നെ നമുക്ക് അക്കൗണ്ടൻസി ആകുമ്പം ഈ ബാലൻസ് ഷീറ്റും കോളമൊക്കെ വരയ്ക്കുമല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ബാലൻസ് ഷീറ്റിന് കോളം വരച്ചിട്ടേ ഇല്ല. ഈ മുമ്പ് വരച്ചിട്ടുണ്ട്, ഈ അറ്റംപ്റ്റിൽ ഞാൻ വരച്ചിട്ടില്ല ബാലൻസ് ഷീറ്റ്. എനിക്ക് ബാലൻസ് ഷീറ്റ് ടാലി ആയിരുന്നു, പക്ഷെ ഞാൻ ഇത് കോളം വരച്ചിട്ടില്ല. അപ്പം അത് വരയ്ക്കുന്നതിൽ അത്ര വലിയ കാര്യമില്ല കേസ്. നിങ്ങൾ ആ ഒരു ഓർഡറിലാക്കിയാൽ മാത്രമേ, വെറുതെ അത് വരച്ച് സമയം കളയണ്ട. നിങ്ങൾക്ക് ആ ഒരു സ്പീഡ് കിട്ടണം. അതായത് ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അതിൻ്റെ ഫോർമാറ്റ് ഒക്കെ ആയാലും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അപ്പോഴേ ആ ബാലൻസ് ഷീറ്റ് ഫുള്ള് വരച്ച് ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റണം. ഒരു 5 മിനിറ്റ് ഒന്നും എടുക്കരുത് അപ്പം അതിന് മുമ്പ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബാക്കി തിങ്ക് ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് എന്താണെങ്കിലും വേണം. അപ്പം ഞാൻ ചെയ്തിരുന്നൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ,
നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. ഞാനിവിടെ സൈഡിൽ കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ അതായത് അഡ്വാൻസ് അക്കൗണ്ട്സിൻ്റെ ഒരു പേജ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പേജിനകത്ത് ഇതേപോലെ അതിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പേര് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ ഇങ്ങനെ കോൺസെപ്റ്റ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, വർക്ക് ബുക്ക്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ ഈ വർക്ക് ബുക്ക്, കോൺസെപ്റ്റ്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ടിക്ക് ചെയ്യും ഗൈസ്. ഇവിടെ കുറച്ച് സംഭവത്തിന് ടിക്ക് ഇല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ടിക്ക് ചെയ്ത് വെച്ച് ഓരോ വട്ടം വീണ്ടും റിവൈസ് ചെയ്യാൻ നേരത്ത് ആ ടിക്ക് മായ്ച്ചിട്ട് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ടിക്കൊന്നും ഇടുന്നൊരു സമയം എന്താ പറയേണ്ട ഒരു അറ്റ്മോസ്ഫിയറിലൊന്നും അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവിടെ ടിക്കില്ലാത്തത്. ബാക്കി ഇതെല്ലാം നമ്മൾ റിവൈസ് ചെയ്തതാണ്. അപ്പം പിന്നെ അതേപോലെ ഇങ്ങനെ ഓരോ പല പല കളറിൽ കൊടുത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് റിവൈസ് ചെയ്ത് തീർക്കേണ്ട പോർഷൻസ് ആണ്. അപ്പോൾ അത് പ്രത്യേകം അറിയാൻ വേണ്ടിയിട്ടാണ് പല കളറിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും ഗൈസ്. പിന്നെ അതുപോലെ പിന്നെ ഇതാ ഇപ്പം ലോയുടെ പേജ് ആണെങ്കിലും അതുപോലെ തന്നെ കോൺസെപ്റ്റിൻ്റെ പേജ്, വർക്ക് ബുക്ക്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്പോൾ അങ്ങനെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അത് എത്ര സമയത്തിനുള്ളിൽ റിവൈസ് ചെയ്യണം, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു, അപ്പോൾ അങ്ങനെയെല്ലാം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഡയറക്റ്റ് ടാക്സിൻ്റെ സെയിം ഇതേപോലെ ഓരോ ഹെഡിങ്ങും, അതായത് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ പേരും പ്രത്യേകം കൊടുത്തിട്ട് വേണം നമ്മളിത് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെ നമ്മൾ ഇനിയും ചെയ്യാനുണ്ടെന്നുള്ള കാര്യമൊക്കെ. പിന്നെ അതുപോലെ ലാസ്റ്റ് ഞാൻ വേറെ സംഭവം ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പം അഡ്വാൻസ് അക്കൗണ്ട്സിൽ തന്നെ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യുക. അഡ്വാൻസ് അക്കൗണ്ട്സിൻ്റെ അകത്ത് ഇതേപോലെ AS ഒക്കെ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്നിട്ട് ഈ 1 2 3 എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് വന്നു കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ടിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇന്ന ചാപ്റ്ററിൽ ഇന്ന ASൽ ഇത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ആ അത്രയും ക്വസ്റ്റ്യൻസിനകത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കുറച്ച് ടഫായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിനൊക്കെ വേറൊരു പ്രത്യേക കളർ കൊടുത്ത് മാർക്ക് ചെയ്യും. കണ്ടോ ഗൈസ്? അപ്പോൾ ആ പ്രത്യേക കളർ കൊടുത്ത് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അതിന് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ഉള്ളതാണ്. അപ്പോൾ എക്സാമിന് മുമ്പ് നമ്മളത് ഒന്നുകൂടെ നോക്കണം എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അതിനാണ് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറ്റും, എക്സാമിൻ്റെ തലേ ദിവസം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് കിട്ടും. അപ്പോൾ അതും വലിയൊരു പോയിന്റാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാൻ ചെയ്തിരുന്നത്. വേറെ സമയം വിട്ടുപോയായിരുന്നു ഗൈസ്. അതായത് നേരത്തെ എൻ്റെ അടുത്തൊരു കുട്ടി ചോദിച്ചായിരുന്നല്ലോ ഈ ഏതൊക്കെ ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ് എടുത്തതെന്ന്. അതിനകത്ത് ഞാൻ ഡയറക്റ്റ് ടാക്സ് വരെ പറഞ്ഞ് നിർത്തുമായിരുന്നു. GSTയുടെ കാര്യം പറഞ്ഞിട്ടില്ല. GSTയുടെ ക്ലാസ്സും ഞാൻ AAAയിലെ അൻവർ അബ്ബാസ് സാറിൻ്റെ ക്ലാസ് ആയിരുന്നു എടുത്തിരുന്നത്. പക്ഷേ അതിനുശേഷം എനിക്ക് GSTയോട് പണ്ടേ ഭയങ്കര വിരോധമായിരുന്നു. GST എനിക്കത്ര ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ടാക്സ് ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് GST ആണ് ശരിക്കും സ്കോറിങ്, GSTക്കാണ് മാർക്ക് കിട്ടാൻ സാധ്യത കൂടുതലെന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് CSTയുടെ ക്ലാസ് ഞാൻ യൂട്യൂബിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, രാംഹർഷ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പം ആ ഒരു സാറിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് മഹമ്മൂദ് എന്ന് പറഞ്ഞ സാറുണ്ട്, CA മഹമ്മൂദ് സാർ. അപ്പം ഈ സാറിൻ്റെ ക്ലാസ് എടുത്ത് ഞാൻ പഠിച്ചു. ആ സാറിൻ്റെ ക്ലാസ് യൂട്യൂബിൽ നിന്ന് കണ്ട് ഞാൻ പഠിച്ചിരുന്നു. ഒരു മാരത്തോൺ ഉണ്ടായിരുന്നു, ഒരു 10 മണിക്കൂറിൻ്റെ ക്ലാസ്സും പിന്നെ ഒരു 6 മണിക്കൂറിൻ്റെ ക്ലാസ്സും. അപ്പോൾ ഇത് രണ്ടും കണ്ട് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും GST കുറച്ചും കൂടെ ഈസിയായി. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടു നോക്കുക ഗൈസ്, നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഇതാണ് എൻ്റെ ഒരു സ്റ്റഡി ടിപ്സ്, പ്ലാൻ, സ്ട്രാറ്റജി, പിന്നെ ക്വസ്റ്റ്യൻസിനൊക്കെ ഉള്ള ആൻസേഴ്സ്, എല്ലാ കാര്യങ്ങളും. പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്റ്റഡി ടിപ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും അതൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഇത്രയും ഈയുടെ വീഡിയോ ഇട്ടപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും താഴെ കമൻറ്റും കൂടെ ചെയ്തേക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.